ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ നോക്കാം. ബ്രൗണിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചോക്ലേറ്റ് വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തുള്ളത് ഡാർക്ക് കോമ്പൗണ്ടാണ്. അപ്പോൾ ഇതിന് മുന്നേ ഡ്രീം കേക്ക് ഉണ്ടാക്കുമ്പോൾ വാങ്ങിച്ച് വെച്ചതായിരുന്നു കേട്ടോ. അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അതിൽ നിന്നൊരു 125 ഗ്രാം എടുക്കുന്നുണ്ട്. അത് ഇതേപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ മെൽറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ നമുക്കിതിലേക്ക് ഇനി ബട്ടർ വേണം. അപ്പോൾ ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് കുറേ മുന്നേ തന്നെ എടുത്ത് വെക്കുക കേട്ടോ. റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ് ഇതിലേക്ക് ആവശ്യം. അപ്പോൾ ഇതൊരു 100 ഗ്രാമിൻ്റെയാണ്. ഇതിൻ്റെ പകുതി നമുക്ക് ഒരു 50 ഗ്രാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അത് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണെന്ന് എല്ലാവർക്കും അറിയണതാണ്. അപ്പോൾ നേരത്തെ തന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ കുറച്ച് വെള്ളം മാത്രം വെക്കുക. പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഇട്ട പാത്രം വെള്ളത്തിൽ തട്ടാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ട് വെക്കണം. പിന്നെ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോഴാണ് ചോക്ലേറ്റ് പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മൈദ എടുക്കുക. അപ്പോൾ ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂണ് കോഫി പൗഡർ, ഒരു നുള്ള് ഉപ്പ്. അപ്പോൾ ഇതിലേക്ക് എടുക്കുന്ന കോഫി പൗഡർ ഏതായാലും കുഴപ്പമില്ല, നെസ്കഫെ ആയാലും വേണ്ടില്ല, ബ്രൂ ആയാലും കുഴപ്പമില്ല. ഞാൻ ബ്രൂ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് ഒറ്റ പ്രാവശ്യം മാത്രം ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കുക. നമ്മൾ സാധാരണ കേക്കിലേക്ക് ആക്കേണ്ട പോലെ 3 പ്രാവശ്യമൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അങ്ങനെയുള്ള ഒന്നും നമ്മൾ ചേർത്തെടുക്കണില്ല. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3 മുട്ട കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂണോളം വനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. ആ പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കി കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ കേക്കല്ലല്ലോ, ബ്രൗണി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് തണുക്കാൻ വെച്ചിരുന്നു. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്കൊരു ഈസിക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്തേക്കുന്നത്. കേക്കിനാണെങ്കിൽ മാത്രമാണ് 2-3 പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമുക്ക് അടുത്തത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ ഇതേപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ബേക്കിംഗ് ടിന്ന്
നേരത്തെ തന്നെ ബട്ടറൊക്കെ തേച്ച് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരേ കഷ്ണം ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് ആയതുകൊണ്ട് അത് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് അതിൻ്റെ മീതെ കവർ ചെയ്തിട്ട് ഇങ്ങനെ ബാറ്ററി ഇട്ട് കൊടുക്കുക. ഇത് ബേക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇപ്പോൾ ഓരോ കഷ്ണം ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ഈ ഭാഗത്ത് മാത്രം ഇങ്ങനെ മെൽറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. നമ്മൾ കഴിക്കുന്ന ടൈമിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കടായി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു 10 മിനിറ്റ്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ബേക്ക് ആക്കുക. പിന്നെ അതിന് ശേഷം ലോ ഫ്ലെയിം ആക്കിയിട്ട് 40 മിനിറ്റ്, അങ്ങനെ ടോട്ടലായിട്ട് 55 മിനിറ്റ് ആട്ടോ. ഇനി ഓരോരുത്തരുടെ ഫ്ലെയിമിൻ്റെ ഇതനുസരിച്ചിട്ട് ചേഞ്ച് ആവും. കേക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു 30 മിനിറ്റ് കൊണ്ടൊക്കെ 25-30 മിനിറ്റ് കൊണ്ട് ആയി കിട്ടും. ഇത് ബ്രൗണി ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് നല്ലോണം തണുക്കുന്നതിന് മുന്നേ തന്നെ ഇത് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളതിനനുസരിച്ചിട്ട് നമ്മൾ വീട്ടാവശ്യത്തിനാണെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നമ്മളൊരു ചോക്ലേറ്റ് ഇട്ടുണ്ടല്ലോ ഒരേ കഷ്ണം, അതിൻ്റെ ഒരു ഇത് അനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുക ആളൊക്കെ ആണെങ്കിൽ കറക്റ്റ് സ്കെയിൽ വെച്ച് അളന്ന് അങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. നമ്മളെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രൗണി കഴിക്കാൻ ഇനി ആരും ഷോപ്പിലേക്ക് പോകണ്ട, എല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, ആ ബേക്കിങ്ങിൻ്റെ ടൈം മാത്രമേ വരുള്ളൂ. അങ്ങനെ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ ചോക്ലേറ്റിൻ്റെ സിറപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതായതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതില്ലാതെ എങ്ങനെയും കഴിച്ചാലും ടേസ്റ്റ് തന്നെ, പക്ഷെ ഇത് കാണാൻ കുറച്ചുകൂടെ ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മീതങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.